അണികളെ കണ്ട് ഓരോ വേഷം കെട്ടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നാം പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഓരോരോ വേഷവും കെട്ടിച്ച് വള്ളത്തിൽ കയറ്റി ഒടുവിൽ കൊണ്ട് കുഴിയിൽ ചാടിച്ചിട്ട് കരയിൽ നിന്ന് APM മാരെ പോലെ ഇടിഞ്ഞു നിൽക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ചില ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് വകുപ്പിൽ മാത്രമേ കാണുള്ളൂ. ആറന്മുള ക്ഷേത്രത്തിലെ ആചാര ലംഘന വിവാദത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന് 8ന്റെ പണി കൊടുത്തത് സ്വന്തം ഉദ്യോഗസ്ഥർ തന്നെ തെളിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ്, അഭ്യൂഹത്തിലാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ്. എങ്കിലും ഒരു പടി ചാടിക്കേറി മന്ത്രിയെ വീട്ടിലാക്കിയ തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അഷ്ടമിരോഹിണി ദിനത്തിലെ വള്ളസദ്യയിലെ ആചാര ലംഘനം ഉദ്യോഗസ്ഥരാണ് രേഖാമൂലം ചൂണ്ടിക്കാട്ടിയതെന്നും അതിന് മറുപടി മാത്രമാണ് ക്ഷേത്രതന്ത്രി നൽകിയതെന്നുമാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നത്. ഇത്തരത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നോട് ചോദിച്ചു വാങ്ങിയ മറുപടി കത്തണമെന്ന് ക്ഷേത്രതന്ത്രി പരമേശ്വരൻ വാസുദേവൻ നമ്പൂതിരിപ്പാട് വ്യക്തമാക്കിയത് ഇടിവെട്ടേറ്റതുപോലെയാണ് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ നിന്ന് കേട്ടത്. അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവരെ ഞെതിക്കുന്നതിന് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് പുറത്തിരുത്തി ഒരു സൈഡിൽ കൊണ്ടുപോയി സദ്യ വിളമ്പി എന്നതാണ് വിവാദമല്ല, അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഏതൊരു ചെറിയ ക്ഷേത്രമായാലും അവിടുത്തെ പ്രതിഷ്ഠാ ദേവനോ ദേവിക്കോ വിളമ്പി നേദിക്കാതെ അത് ഉച്ചക്കഞ്ഞിയായാൽ പോലും പുറത്തു കൊടുക്കാറില്ല. അതാണ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരം. ഇവിടെ അത് ലംഘിച്ചിരിക്കുന്നു. ആചാര ലംഘനം നടന്നെന്നും പ്രായശ്ചിത്തം ഉടൻ ചെയ്യണമെന്നുമാണ് തന്ത്രി തിരികെ മറുപടി നൽകിയത്. 8ന്റെ പണി ചോദിച്ചു വാങ്ങിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് ഇപ്പോൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്ത്രിയുടെ ഓഫീസ്. വള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നതായി തന്ത്രിയാണ് കത്ത് നൽകിയത്. അങ്ങനെയാണ് വാർത്ത പുറത്തു വന്നത്. തന്ത്രി ചട്ടുവമാക്കി ആരൊക്കെ ചേർന്ന മന്ത്രിക്കെതിരെ ദേവസ്വം വകുപ്പിനെതിരെ കളിക്കുന്നതെന്നായി പിന്നത്തെ വിവാദങ്ങൾ, അടക്കം പറച്ചിലുകൾ. ഒടുവിലത് CPM-നുള്ളിലെയും പുറത്തെയും പരസ്യമായ തുറന്നു പറച്ചിലായി മാറി. ഒടുവിലാണ് സത്യം പുറത്തു വന്നത്. വള്ളസദ്യ ദേവൻ നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്ക് നൽകിയത് ആചാര ലംഘനമാണെന്നും പരസ്യ പരിഹാരക്രിയ വേണമെന്നുമാണ് തന്ത്രിയുടെ കത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് തന്ത്രി അത്തരമൊരു കത്ത് ബോർഡിൽ നൽകിയത്? ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി പരിഹാരക്രിയ കൃത്യമായി വേണമെന്ന് തന്നെയാണ് തന്ത്രി നൽകിയ കത്ത്. പരിഹാരക്രിയയുടെ ഭാഗമായി വള്ളസദ്യയുടെ നടത്തിപ്പ് ചുമതലക്കാരായ പള്ളിയോട സേവാ സംഘത്തിന്റെ മുഴുവൻ പ്രതിനിധികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും പരസ്യമായി ദേവന് മുന്നിൽ ഉരുളി വച്ച് എണ്ണപ്പണം സമർപ്പിക്കണം. ഇതാണ് തന്ത്രിയുടെ നിർദ്ദേശം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? CPM-കാരനായ വിശ്വാസി അല്ലാത്ത, ആചാരങ്ങളിലോ ശബരിമലയിലോ ആറന്മുള ഭഗവാനിലോ ഒന്നും വിശ്വാസമില്ലാത്ത, അങ്ങനെ ഭാവിക്കുന്ന നടിക്കുന്ന ദേവസ്വം മന്ത്രി VN വാസവനോട് പറഞ്ഞില്ല പോയി എണ്ണപ്പണം വയ്ക്കാൻ. പറഞ്ഞിരിക്കുന്നത് പള്ളിയോടെ സേവാ സംഘം ഭാരവാഹികളോടും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളോടും പിന്നെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളോടുമാണ്. സെപ്റ്റംബർ 14-നായിരുന്നു ആറന്മുള വള്ളസദ്യ. ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെയായിരുന്നു ഉദ്ഘാടകൻ. എന്നാൽ ദേവന് നേദിക്കുന്നതിന് മുമ്പ് മന്ത്രിക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും വള്ളസദ്യ പുറത്ത് വിളമ്പി എന്നാണ് ആക്ഷേപം. മന്ത്രിക്കും മറ്റുള്ളവർക്കും തിരക്കുള്ളത് കൊണ്ട് നേരത്തെ ആഹാരം കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നാണ് പള്ളിയോട സേവാ സംഘം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പിന്നീട് അവരത് തിരുത്തി. എന്തായാലും ആറന്മുള ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത് ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് തന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു. തനിക്ക് ലഭിച്ച ആ 2 കത്തുകൾക്ക് പ്രായശ്ചിത്തം നിർദ്ദേശിച്ച് താൻ മറുപടി നൽകി. മര്യാദയോടെ തന്ത്രി ഒരു മറുപടി നൽകിയപ്പോൾ ഉത്തരം മുട്ടിയ അവസ്ഥയിലായി ദേവസ്വം വകുപ്പ്. തന്ത്രിയുടെ ഈ തുറന്നു പറച്ചിലോടെ മാധ്യമങ്ങളെ ഈ വിഷയത്തിൽ കുറ്റം പറഞ്ഞിറങ്ങിയ CPM-ന്റെ വാ മൂടിക്കെട്ടിയിട്ടുണ്ട്. എന്തായാലും ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരോട് എന്താണ് നടന്നതെന്ന് മറുപടി നൽകണം, ആരാണ് കത്ത് കൊടുത്തതെന്ന് വ്യക്തമാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. വള്ളസംഘത്തിന്റെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വമെല്ലാം പള്ളിയോടെ സേവാ സമിതിക്കാണെന്ന് PS പ്രശാന്ത് പറയുന്നു. പിന്നെ എന്തിന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്ത്രിക്ക് ഇങ്ങനെ കത്ത് നൽകി എന്നത് ദുരൂഹം. തന്ത്രിക്കിട്ടൊരു പണി നൽകുകയായിരുന്ന ഉദ്ദേശം, അതോ വകുപ്പ് മന്ത്രിക്കിട്ട് പണിതാണ്? ആചാര ലംഘനം നടന്നിട്ടില്ല എന്ന് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പള്ളിയോട സേവാ സംഘം തങ്ങളുടെ നിലപാട് അവർക്ക് തിരുത്തേണ്ടി വന്നു. കാരണം തന്ത്രിയുടെ നിലപാട് അറിഞ്ഞതോടെ അവരും നിലപാട് മാറ്റി. വള്ളസദ്യ നടത്തിയപ്പോൾ പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള
ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചനയാണ് വിവാദത്തിന് പിന്നിലെന്ന് പള്ളിയുടെ സേവാ സംഘം പ്രസിഡന്റ് ആരോപിച്ചു. അഷ്ടമിരോണി വള്ളസദ്യയുടെ അതേ മാതൃകയിൽ പരിഹാരക്രിയ ചെയ്യണമെന്നാണ് ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശം. എന്തായാലും നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ പരിഹാരക്രിയ ചെയ്യുന്നു ആ ദിവസവും തീയതിയും ആലോചിച്ച് പറഞ്ഞ ശേഷം തന്നെ അറിയിക്കണമെന്നും തന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആരായി? തന്ത്രിയാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതെ, ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലെ നടത്തിപ്പ് ചുമതല ഉത്തരവാദിത്വം അതിന്റെ ചീഫ് ഓർഗനൈസർക്കാണ്, തന്ത്രിക്ക്, ക്ഷേത്ര തന്ത്രിക്ക്. അപ്പൊ തന്ത്രി തന്നെ ഇപ്പോൾ അങ്ങോട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. അവിടെ ആചാരലംഘനം നടന്നു, നിങ്ങൾ എണ്ണപ്പണം സമർപ്പിക്കണം, എപ്പോഴാണ് ചെയ്യുന്നത് അത് തന്നെ അറിയിച്ചിരിക്കണമെന്ന് തന്ത്രിയുടെ ഉഗ്ര ശാസനയാണ് ആ കത്തിലൂടെ ചെന്നിരിക്കുന്നത്. അതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഹാലിളകിയത്. ശബരിമലയ്ക്ക് പിന്നാലെ ആറന്മുള ക്ഷേത്രത്തിൽ നടന്ന ഈ ഗുരുതരമായ ആചാര ലംഘന വിവാദം എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മന്ത്രിയും ഒക്കെ കൂടുതൽ വിവാദത്തിലേക്ക് അഴിത്തിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുറെ തീ തിന്നുകയാണ് മന്ത്രിയുടെ ഓഫീസും മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ. എന്തായാലും മന്ത്രിക്ക് ആറന്മുളയിൽ തിന്നത് തൊണ്ടയിൽ കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച